ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരെ ആരെങ്കിലും ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തി തരുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ. നോ പൂർണിമ, ഞാൻ ഒരിക്കലും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തില്ല. താനതിന് ശ്രമിക്കുകയും വേണ്ട. അപ്പൊ ഓക്കെ സർ, ഞങ്ങൾ അങ്ങനെ വേണ്ട വേണ്ട, വെറുതെ ചമ്മണ്ട. നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോ അത് അക്സെപ്റ്റ് ചെയ്യാനൊരു മടി കാണുമായിരിക്കും. കിരൺ എന്തോന്നും മിണ്ടാ നിക്കുന്നേ. ഏയ് ഒന്നുമില്ല. നിങ്ങൾ രണ്ടുപേരുടെ ഇടയ്ക്ക് വീട്ടിലോട്ട് ഇറങ്ങ. ഹലോ സാർ, എന്ത് പറഞ്ഞു? ഓക്കെ ആണോ? ഇന്ന് തന്നെയോ? എവിടെ വെച്ചാന്നാ പറഞ്ഞേ? ആ ഓക്കെ. ഇല്ലില്ല, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ മതി. ഓക്കെ എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ. മോളെ വീട്ടിൽ വിട്ടിട്ട് ഒരു മീറ്റിങ്ങിന് പോവാനുണ്ട്. ശരി എന്നാ. ശരി. നമ്മള് ലവേഴ്സ് ആണെന്നും ഉടനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നൊക്കെയാ ചേച്ചി ആ വീട്ടിലുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതൊന്ന് മാറ്റാൻ ഇപ്പൊ എന്താ ചെയ്യ? എന്തിനത് മാറ്റുന്നേ? അത് അങ്ങനെയല്ലല്ലോ. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ കളിയാക്കലുകളൊക്കെ കേക്കണ്ടേ? അപ്പോ ദുർഗയുടെ കല്യാണം നടക്കാത്തതിന് എന്ത് കാരണം പറയും? അതാണ് പ്രശ്നം. അഷിതയുടെ നിശ്ചയത്തിന്റെ അന്ന് നുണ പറഞ്ഞതും ആ സമയത്ത് തന്നെ കിരൺ വന്നതും ആകെ കൂടി എല്ലാം കോളമായി. തൽക്കാലം അഷിതയുടെ കല്യാണം വരെ ഇത് തിരുത്താതിരിക്കുന്നതാ നല്ലത്. അത് കഴിഞ്ഞ സത്യം പറയാല്ലേ? അതെ. ഓക്കെ, ഇന്ന് നമുക്ക് പോവാം. നടക്ക. വരുന്നില്ലേ? വാ. ഫോൺ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. സിമ്മിൽ നിന്ന് വിവരങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. IMI നമ്പർ നോക്കിയോ? അത് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഡീറ്റെയിൽസ് എടുക്കാം. ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്പർ കിട്ടിയാ ഇതിലേക്ക് വന്നിരിക്കുന്ന കോളുകളും ഔട്ട് ഗോയിങ് കോളുകളും അറിയാൻ സാധിക്കുമല്ലോ. അവരുടെ ഐഡന്റിറ്റി കിട്ടിയാലും മതി. ഞാൻ നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്ക്. രക്ഷയില്ല, ഇതെല്ലാം ഫേക്കാണ്. എല്ലാ നമ്പറുകളും മറ്റാരുടെ ID ഉപയോഗിച്ചാണ് എടുത്തിരിക്കുന്നത്. താനിവിടെ ഇരിക്കെ, ഞാൻ അയാളെ കണ്ടിട്ട് വരാം. ശരി സാർ. ഹായ് സർ. പൂർണിമ വന്നിട്ട് കുറെ സമയമായോ? ഇല്ല സർ, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. അല്ല, ഇവിടെ ആരും ക്യാമറയായിട്ട് ഒളിച്ചിരിപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് ഇല്ല സർ. നിങ്ങളെ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അതാ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് എന്താണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. സർ, ഒരു അബദ്ധം ഞങ്ങൾക്കന്ന് പറ്റി. അത് മനഃപൂർവ്വം അവര് ഞങ്ങളെ ഉപയോഗിച്ചതാ. ഞാനതിന് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞല്ലോ സർ. ഓക്കെ ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. ഇനി പറഞ്ഞോ, എന്തിനാ പൂർണിമ അപ്പോയിന്റ്മെന്റ് ചോദിച്ചത്? അത് ഒരു കാര്യം അറിയാനായിരുന്നു സർ. ഇവിടെ നടന്ന പല പോലീസ് ഓപ്പറേഷനുകളും ലീഡ് ചെയ്തത് പോലീസിന്റെ അണ്ടർ കവർ വിങ് ആണെന്ന് ഞങ്ങൾക്കറിയാം. അതെ, ആ ന്യൂസ് സഞ്ജയ് വഴിയാണല്ലോ പുറത്തു വന്നത്. അതെ, അത് മാത്രമല്ല സർ, എന്റെ മകളെ രക്ഷിച്ചതിലും അവരിടപെട്ടിട്ടുണ്ടായിരുന്നു എന്ന് കമ്മീഷണർ പറഞ്ഞിരുന്നു. വളരെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന അണ്ടർ കവർ ഓഫീസേഴ്സിനെ ഇനിയും ജനങ്ങൾ അറിയാതിരിക്കുന്നത് ശരിയല്ല സർ.
അവരെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് അഭിനന്ദിക്കണം സർ. അവർ ശരിക്കും പറഞ്ഞ നാടിന്റെ ഹീറോസ് ആണ്. ഞങ്ങളുടെ ചാനൽ വഴി അവരെ പുറം ലോകം അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സർ. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞത്. പൂർണിമ, നിങ്ങൾ വളരെ ബുദ്ധിയും വിവരവുമുള്ള സ്ത്രീയാണ്. പക്ഷേ നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് മണ്ടത്തരമാണ്. അണ്ടർ കവർ ടീമിന്റെ ഓപ്പറേഷൻ വിജയിക്കുന്നത് അവരെ ആർക്കും അറിയാത്തതുകൊണ്ടാണ്. അവരെ എല്ലാരും തിരിച്ചറിഞ്ഞ പിന്നെ അവരെല്ലാരും സാധാരണ പോലീസുകാരായി. നോക്ക്, അണ്ടർ കവർ ടീമിന്റെ ചീഫ് ഞാനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്റെ ടീമിൽ ആരൊക്കെ ഉണ്ടെന്ന് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് പോലും അറിയില്ല. അതാരും അറിയാൻ ശ്രമിക്കുകയും വേണ്ട. ആ, തനിക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല സർ. എന്നാ ഓക്കെ. സർ, ആ, ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. പറഞ്ഞോ. അവരെ പേഴ്സണലായിട്ടൊന്ന് അഭിനന്ദിച്ചാൽ കൊള്ളാന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അവരെ ആരെങ്കിലും ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തി തരുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ. നോ പൂർണിമ, ഞാൻ ഒരിക്കലും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തില്ല. താനതിന് ശ്രമിക്കുകയും വേണ്ട. അപ്പൊ ഓക്കെ. സർ, കുട്ടമ്പിള്ളേ, ഇവരൊന്ന് സൂക്ഷിച്ചോണം. അവരെ നമ്മളെ ടീമിലുള്ളവരെ കണ്ടുപിടിക്കാൻ നടക്കുക. പോവാ. ശ്രദ്ധിക്കാം സാർ. പോവാ. ഹലോ, എന്തായി? തൽക്കാലം നീ സേഫാണ്, നീ പേടിക്കണ്ട. അവർക്ക് ഫോണിൽ നിന്നും ഒരു ഡീറ്റെയിൽസ് ഇതുവരെ കിട്ടിയിട്ടില്ല. താങ്ക് ഗോഡ്. നന്ദി പറയേണ്ടത് ദൈവത്തിനല്ല, മേനോൻ സാറിനോടാ. അവര് നിന്നെ പിടിക്കാൻ വന്ന സമയത്ത് നീ അവരെ ആരെങ്കിലും കണ്ടായിരുന്നോ? ആ, നിങ്ങൾ എന്തായി പറയുന്നത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഞാൻ ശ്രമിച്ചത്. ആ സമയത്ത് ആരും നോക്കാനാ? നല്ലൊരു അവസരമാണ് പൃഥ്വി നീ നഷ്ടമാക്കിയത്. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രധാന ശത്രുവാണ് അവര്. എടോ, അവരെ തിരിച്ചറിയാനുള്ള അവസരം കിട്ടിയിട്ട് അത് പാഴാക്കി സ്വന്തം ഐഡന്റിറ്റി അവരുടെ മുന്നിൽ കൊണ്ടുപോയി ഇട്ടുകൊടുത്തില്ലേ? വെരി ബാഡ്. ഷേ, നിങ്ങൾ എന്തായി വിളിച്ചു പറയുന്നത്? ആ സിറ്റുവേഷനിൽ ആരാണെങ്കിലും പാനിക് ആവുക തന്നെ ചെയ്യും. ഞാൻ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ സേഫാ. അത് നിന്റെ മിടുകല്ല, അവരുടെ കഴിവുകേടാ. അതിൽ നീ അഹങ്കരിക്കണ്ട.